നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിലൊന്നായ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് അനായാസമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പുതിയ സ്റ്റെപ്സ് 2023 ഏറ്റവും പുതിയ സ്റ്റെപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വളരെ അനായാസമായിട്ട് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും അതല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡിങ്ങിന് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലും നമുക്ക് സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ. അതുപോലെ തന്നെ ഇവർ നല്ലൊരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ബേസിക് ഡോക്യുമെൻറ്റ്സ്. അതിൻ്റെ അകത്ത് ഒന്നാമതായിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ്. ആരുടെയാണോ അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത്, ആരുടെ പേരിലാണോ അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ്, അതുപോലെ തന്നെ ഒരു ബാങ്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, MICR കോഡ്. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫോണിൽ ഉണ്ടായിരിക്കണം. ഒരു പാൻ കാർഡിൻ്റെ ഫോട്ടോ, അതായത് പാൻ കാർഡിൻ്റെ കോപ്പി എടുത്തിട്ട് അതിൻ്റെ അകത്തൊന്ന് സൈൻ ചെയ്ത് ഒരു സെൽഫ് അറ്റസ്റ്റഡ് ഒരു ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇതൊരു ഓപ്ഷനിലാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് ആവശ്യം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, അതിനുശേഷം അക്കൗണ്ട് ഓപ്പണിങ്ങിലേക്ക് കിടക്കുക. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ശരിയായ ലിങ്ക്, അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നെക്സ്റ്റ് സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും, സെറോദയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ആദ്യം തന്നെ അവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ അടിച്ചു കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആദ്യം തന്നെ ഇവർ ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഓർ രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആദ്യം നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, അതിനുശേഷം ഇമെയിൽ ID കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നമ്മൾ ഓരോ സ്റ്റെപ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ടോട്ടൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി 7 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇനി തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇക്വിറ്റി, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കറൻസി, കമ്മോഡിറ്റി എന്ന് പറഞ്ഞ് പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇക്വിറ്റി സെക്ഷൻ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇക്വിറ്റി സെക്ഷൻ മാത്രമാണ് ഇവിടെ ടിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 200 രൂപയാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി ഫീസ് ഈടാക്കുന്നത്. അതല്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 300 രൂപ പേ ചെയ്യേണ്ടത് വരും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾക്ക് ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾക്ക് F&O സെക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ 300 രൂപ ഫീസ് അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ F&O സെക്ഷനും കൂടെ ആക്റ്റീവ് ചെയ്യുക. ഇൻ കേസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് F&Oയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഒട്ടും വളരെ വലിയ ഫീസല്ല, വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഫീസാണ്. നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസൊക്കെ ഈടാക്കും. അത് നമ്മളെ ഒരു സാരമായി ബാധിക്കേണ്ട ഒരു കാര്യമല്ല. ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇക്വിറ്റിയുടെ മാത്രമാണ് ഇവിടെ
പേ ചെയ്യുന്നുള്ളൂ, നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ F&Oയും കൂടെ, ഇവിടെ ഞാൻ F&O ടിക്ക് ചെയ്തിട്ടില്ല, അതും കൂടെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കറൻസി, കമ്മോഡിറ്റി, നമ്മുടെ ഇക്വിറ്റിയുടെ കൂട്ടത്തിൽ തന്നെ 200 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഇവിടെ UPI ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ വാലറ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ UPI ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ UPI ഉപയോഗിച്ചിട്ടാണെങ്കിൽ UPI ID ഇവിടെ താഴെ അടിച്ചു കൊടുക്കുക. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് നിങ്ങളുടെ ഏതാണോ ബാങ്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പേ, നിങ്ങളത് ഏത് മെത്തേഡാണോ സെലക്ട് ചെയ്തതിന് ശേഷം പേ ആൻഡ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ UPIയിലേക്ക് നമ്മുടെ റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ UPI ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ആധാർ KYC ിലേക്ക് കടന്നിരിക്കുന്നു. അതായത് നമ്മുടെ ഡിജി ലോക്കർ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അഡ്രസ്സ്, ആധാർ കാർഡിലെ അഡ്രസ്സ് ഇവർ ആക്സസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പെർമിഷൻ ഇവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആധാർ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ എന്താണോ ക്യാപ്ച വന്നിരിക്കുന്നത് അത് തെറ്റാതെ കൂടി ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളോട് അലോ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അലോ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും വി ഹാവ് ഒബ്റ്റെയിൻഡ് യുവർ ഡോക്യുമെന്റ്സ് ഫ്രം ഡിജി ലോക്കർ. സക്സസ്ഫുൾ ആയിട്ട് അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡിജി ലോക്കറിൽ പോയി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്സിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രൊഫൈല് കുറച്ച് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫാദേഴ്സ് ഫസ്റ്റ് നെയിം, അച്ഛൻ്റെ ആദ്യത്തെ പേര്, അച്ഛൻ്റെ അവസാനത്തെ നെയിം, അതുപോലെ തന്നെ മദേഴ്സ് ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, ആനുവൽ ഇൻകം എത്രയുണ്ടെന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഏകദേശം അടിച്ചു കൊടുക്കുക. ഇത്രയും പേരും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ബാക്കി ആനുവൽ ഇൻകം ഒക്കെ ഇച്ചിരി വേരിയേഷൻ ഉണ്ടെങ്കിലും ഒരു പ്രോബ്ലംസും ഇല്ല. ഇനി ബാക്കി ഇവിടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ബിലോ 1 ഇയർ കൊടുക്കാം, അല്ലെങ്കിൽ 1 to 5 ഇയർ കൊടുക്കാം, ഒരു വിഷയമില്ല. അതിനുശേഷം താഴെ ഇവിടെ നിങ്ങളുടെ ഒക്യുപ്പേഷൻ എന്നാ, പ്രൊഫഷണലാണോ ഗവൺമെൻറ് ആണോ എന്നൊക്കെ തിരഞ്ഞു കൊടുക്കാം. നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് എന്നുള്ളത് യെസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്സിലേക്ക് വന്നിരിക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ചെയ്യുന്നതിനും അതിൻ്റെ അകത്ത് പൈസ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയും നമുക്കൊരു അക്കൗണ്ട് വേണം. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൻ്റെ IFSC കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് MICR കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് തെറ്റാതെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റാതെ 2 തവണ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് നിങ്ങൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു ഡൗട്ട്സും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ 5ാമത്തെ സ്റ്റെപ്സിലേക്ക് വന്നിരിക്കുന്നു. 5ാമത്തെ സ്റ്റെപ്പിൽ വെബ് ക്യാം വെരിഫിക്കേഷൻ ആണ്. IPV എന്ന് പറയും. IPV എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഫോട്ടോ നിങ്ങളുടെ മുമ്പിലും ഇതുപോലെ ഒരു ഫോട്ടോ തെളിഞ്ഞു വരും. അവിടെ ഒരു താഴെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ 6142 എന്ന് പറഞ്ഞ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫോട്ടോയിൽ ഏത് നമ്പറാണോ തെളിഞ്ഞു വരുന്നത് അത് ഒരു വെള്ള പേപ്പറിൽ കുറച്ച് വലുപ്പത്തിലൊന്ന് എഴുതുക. അത് നല്ല ഡാർക്കായിട്ടൊന്ന് എഴുതുക. അപ്പം ഇവിടെ 6142 എന്നാണ്. അപ്പം നിങ്ങളുടെ ഒരു 3050 എന്ന നമ്പറാണ് വന്നിരിക്കുന്നതെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് 3050 എന്ന് വലുതായിട്ട് എഴുതുക, നല്ല വ്യക്തമായിട്ട്. അതിനുശേഷം നിങ്ങൾ ആ വെള്ള പേപ്പർ നിങ്ങളുടെ കയ്യിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്കൊരു സെൽഫിയാണ് എടുക്കേണ്ടത്. അപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല വെളിച്ചമുള്ളിടത്ത് നമ്മുടെ മുഖം കാണിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ ഇവിടെ പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ പിടിക്കുക. അപ്പം വ്യക്തമായിട്ട് നിങ്ങളുടെ ഫേസും കിട്ടണം, കുറച്ച് വെളിച്ചം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന നമ്പറും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതൊരു വെബ് ക്യാം വെരിഫിക്കേഷന് വേണ്ടിയാണ്. അപ്പം ഇത്രയും ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് മുമ്പോട്ട് പോകാം.
അപ്പം നമ്മൾ 5ാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി 6ാമത്തെ സ്റ്റെപ്സിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ ആ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ഇൻകം പ്രൂഫാണ്. ഇവിടെ നമുക്ക് ഇൻകം പ്രൂഫ് നമുക്ക് മിനി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ITR റിട്ടേൺ ഉണ്ട്, അപ്പം സാലറി സ്ലിപ്പ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇൻകം പ്രൂഫ് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ആ ഒരു ഇൻകം പ്രൂഫ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആകുന്നതായിരിക്കും. അവിടെ പോയി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്നത് F&O സെക്ഷനിൽ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നിങ്ങൾ ഇപ്പോഴേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇനി നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേനും സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു സിഗ്നേച്ചറിൽ താഴെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ വെള്ള പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം കോപ്പി ഓഫ് പാൻ. അപ്പോൾ ഇവിടെ സ്കാൻഡ്, ഇനി പാൻ കാർഡിൻ്റെ കോപ്പിയാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ അപ്ലോഡ് എ സൈൻഡ് കോപ്പി ഓഫ് യുവർ പാൻ കാർഡ്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിലൊരു സിഗ്നേച്ചർ ഇട്ട് അതിൻ്റെ കോപ്പിയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്നു. 7ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോമിനിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നോമിനി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഒരു നിങ്ങൾക്ക് ശേഷം ആരാണ് ഇതിൻ്റെ ഒരു നോമിനിയായിട്ട് ആഡ് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അവരുടെ ഒരു ID പ്രൂഫും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് നോമിനി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോഴേ ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും വീണ്ടും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇക്വിറ്റി സൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇലക്ട്രോണിക് സൈൻ, അതായത് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു, ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഇനി നമ്മളൊന്ന് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പണ്ടാണെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് ഈ പേപ്പറും ഡോക്യുമെന്റും എല്ലാം തയ്യാറാക്കി നമ്മൾ ഡയറക്റ്റ് സൈൻ ചെയ്ത് ആ പേപ്പർ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുമായിരുന്നു അവരുടെ ഓഫീസിലേക്ക്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൈൻ എന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറിലേക്ക് പോകും. അപ്പം ഇവിടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നുണ്ട്. അതൊന്ന് ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു സൈൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോം ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഇത് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം സൈൻ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവരുടെ NSDLൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. അവിടെ നമുക്ക് ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ആധാറും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അപ്പം ഫിനിഷ് എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ 7 സ്റ്റെപ്സും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പം വെരിഫിക്കേഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഇവരെ 72 മണിക്കൂറാണ് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ യൂസർ ID കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു യൂസർ ID വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ യൂസർ ID വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒന്നുകിൽ പ്ലേ സ്റ്റോറിൽ പോയി കൈറ്റ് ബൈ സെറോദ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ IDയിൽ തന്നെ ഒരു ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെർമിനലായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലോഗിൻ ടു കൈറ്റ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസർ IDയും പാസ്വേഡും ചോദിക്കും. നമുക്ക് ഇമെയിൽ ആയിട്ട് വന്ന യൂസർ ID നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ പാസ്വേഡ് ഇല്ല. അപ്പോൾ പാസ്വേഡ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഫോർഗോട്ട് യൂസർ ID എന്ന് പറഞ്ഞ താഴത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഐ റിമെമ്പർ മൈ യൂസർ ID എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ ID നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് വന്നിരിക്കുന്ന യൂസർ ID അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ SMS എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ക്യാപ്ചർ ഈ മുകളിൽ കാണുന്ന ക്യാപ്ചർ അതുപോലെ തന്നെ തെറ്റാതെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ നമുക്ക് ന്യൂ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ആ സെയിം പാസ്വേഡ് താഴെ കൊണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്പറും ആൽഫബറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടറും കൂടെ എല്ലാം കൂടെ മിക്സ് ആയ ഒരു പാസ്വേഡ് തിരഞ്ഞെടുക്കാൻ നോക്കുക. അതിനുശേഷം ഇവിടെ ഒരു 6 ഡിജിറ്റ് പിൻ
നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതായത് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 6 അക്കമുള്ള ഒരു പിന്നും കൂടെ പാസ്വേഡിന് പുറമെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ലോഗിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. 6 അക്കമുള്ള ഒരു ഡിജിറ്റ്, ഒരു പിൻ നമ്പർ സെലക്ട് ചെയ്യാൻ, സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന പാസ്വേഡ്, അടിച്ചു കൊടുക്കുന്ന പിൻ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ നോക്കുക. അപ്പോൾ സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൈറ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്കാണെങ്കിലും ആപ്ലിക്കേഷനിലേക്കാണെങ്കിലും പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്സിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും എൻട്രീസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് സ്റ്റോക്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റോക്ക് ബൈ ചെയ്യാനാണെങ്കിൽ ബജാജ് ഫിനാൻസിൻ്റെ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ബൈ, സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബൈ ചെയ്യാനാണെങ്കിൽ ഇതേ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ താഴെ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി ഇതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി. വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസ്, നല്ല ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു, നല്ല ക്ലിയർ ആയിട്ടുള്ള ചാർട്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഈ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞുകൊണ്ടൊരു ആപ്ലിക്കേഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ഞാൻ ഇത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങളുമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ആദ്യമേ ഒന്ന് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. കാരണം കൃത്യമായ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്, കൃത്യമായിട്ട് ഇവരുടെ സെറോദയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്ക് വഴി കയറി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ കംപ്ലീറ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.